മാർക്കോസ് ചേട്ടാ, അതുകൊണ്ട് ഈ പാട്ട് പഠിക്കണമെന്നുണ്ടോ, പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. ഉണ്ട്. പാട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇൻബോൺ ടാലൻ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം പാടാനുള്ളൊരു ടാലൻ്റ് ചിലർക്കുണ്ട്, അതുണ്ടെങ്കിൽ നമുക്ക് പാടാം. പക്ഷേ ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഒരു 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 പുതിയൊരു പാട്ട് എഴുതി അത് ട്യൂൺ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുമ്പം ആ പാട്ടിനകത്ത് വരുന്ന സ്വരസ്ഥാനങ്ങൾ ചിലപ്പം ആ നോട്ടുകൾ തമ്മിൽ ചിലപ്പോൾ അരക്കട്ട പിന്നെ ഹാഫ് നോട്ട്സ് എന്നൊക്കെ പറയും. നമ്മൾ പാടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മൈനർ സ്കെയില് അല്ലെ മേജർ സ്കെയിലിലോട്ടൊക്കെ വരുമ്പം അത് മനസ്സിലാവില്ല നമുക്ക്. നമ്മൾ മൊട്ടയായിട്ട് പാടും. അപ്പം ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അളവുകൾ മനസ്സിലാക്കാനും പാട്ടിൻ്റെ റേഞ്ച് പോകുന്നത് ബേസിലായാലും ടോപ്പിലായാലും ഒക്കെ നമുക്ക് ആ സഞ്ചാരം മനസ്സിലാക്കണമെങ്കിൽ പാട്ട് അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ എളുപ്പമാണ്.